എളവള്ളി പഞ്ചായത്ത് 4-ാം വാർഡിൽ താമസിക്കുന്ന വയോധികരായ ദമ്പതികൾ സുമനസുകളുടെ സഹായം തേടുന്നു. എളവള്ളി മേനോമ്പടിയിൽ റെയിൽപാളത്തിന് സമീപം താമസിക്കുന്ന പുല്ലാനിപ്പറമ്പത്ത് 72 വയസ്സുള്ള അശോകൻ, 64 വയസ്സുള്ള സരോജിനി എന്നിവരാണ് ദുരിത ജീവിതം നയിക്കുന്നത്. പെയിന്റിംഗ് ജോലിക്ക് പോയിരുന്ന അശോകന് കാലിൽ പഴുപ്പ് കയറി ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്ന സരോജിനിക്ക് വാതസംബന്ധമായ രോഗത്തെ തുടർന്നും ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഇവരുടെ 2 പെൺമക്കളെ ഉണ്ടായിരുന്ന സമ്പാദ്യവും ഭൂമിയും വിറ്റ് വിവാഹം ചെയ്തയച്ചു. മാതാപിതാക്കളുടെ പ്രതീക്ഷയായിരുന്ന മകൻ വിജീഷ് മാസങ്ങൾക്ക് മുമ്പ് ട്രെയിൻ തട്ടി മരിച്ചതോടെ വയോധികരായ മാതാപിതാക്കൾ തനിച്ചായി. അശോകനും സരോജിനിയും ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അയൽവാസികളായ ചിലരാണ് പലപ്പോഴും ഇവർക്ക് ഭക്ഷണം നൽകുന്നത്. ഇരുവരുടെയും ചികിത്സയ്ക്ക് തന്നെ വലിയൊരു തുക എല്ലാ മാസവും വേണ്ടിവരും. നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കുടുംബത്തിന് സുരക്ഷിതമായ ഒരു ഭവനം ഒരുക്കുന്നതിനും ചികിത്സയ്ക്കും നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇവരുടെ അവസ്ഥ വളരെ മോശമാണ്. പിന്നെ ഞങ്ങളൊക്കെ എന്തെങ്കിലും സഹായിച്ചിട്ടാണ് അവർ മരുന്നിന്, അതുപോലെ തന്നെ അവർക്ക് വാടക കാശൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടാണ് അതൊക്കെ ജീവിച്ചു പോകുന്നത്. അവർക്കൊരു മോണ്ടായിരുന്നത് പെട്ടെന്ന് മരിച്ചു പോയി. സരോജിനിയുടെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പൂവത്തൂർ ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. പാവപ്പെട്ട ഈ മാതാപിതാക്കളുടെ ജീവിതത്തിന് സംരക്ഷണവും കൈത്താങ്ങുമാകാൻ സുമനസുകളുടെ സഹായം തേടുകയാണ്. സുമനസുകൾക്ക് സഹായങ്ങൾ 0162 53 00 16713 എന്ന അക്കൗണ്ടിലേക്ക് അയക്കാമെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം ഷാജു കടവല്ലൂർ പറഞ്ഞു. ശോചനീയമായ അവസ്ഥയിലാണ് അവരുടെ ജീവിതം പോകുന്നത്. വീടിൻ്റെ അത്താണിയായിരുന്ന മകൻ ട്രെയിൻ തട്ടി മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ഇവരുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ്. അശോകേട്ടൻ പെയിന്റ് പണിക്ക് പോയിട്ടാണ് ഈ വീട് കഴിഞ്ഞിരുന്നത്. എന്നാൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാതായി. ഇപ്പോൾ വാടക വീട്ടിലാണ്, ഈ വീട്ടിലാണ് ഇപ്പോൾ താമസം. ആ വാടക കാശ് പോലും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. TCV പാവറട്ടി.